ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഈസി ആയിട്ടുള്ള ചിക്കൻ കട്ട്ലറ്റിൻ്റെ റെസിപ്പിയാണ്. ഇത് നമുക്ക് വീടുകളിൽ സ്റ്റാർട്ടറായിട്ടും അല്ലെങ്കിൽ സ്നാക്കായിട്ടൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫെക്റ്റ് ഡിഷാണ്. അപ്പം ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം സൈഡിലുള്ള ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. അതിനായിട്ട് ഞാനിവിടെ 550 ഗ്രാം ബോൺലെസ് ചിക്കനാണ് യൂസ് ചെയ്യുന്നത്. ചിക്കൻ ബ്രസ്റ്റ് ഇതുപോലെ ക്യൂബ്സ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. നിങ്ങൾക്ക് എല്ലോട് കൂടി, അതായത് വിത്ത് ബോണുള്ള ചിക്കൻ പീസും യൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ കുക്ക് ചെയ്തതിന് ശേഷം ബോണിൽ നിന്ന് മീറ്റ് ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ പെപ്പർ ചേർത്ത് കൊടുക്കാം. ഞാൻ ക്രഷ്ഡ് പെപ്പറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ ആവശ്യത്തിന് ഉപ്പും 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ചിക്കൻ വേകുന്ന സമയത്ത് നമുക്ക് കട്ട്ലേറ്റിലേക്ക് ആവശ്യമായിട്ടുള്ള പൊട്ടാറ്റോ എല്ലാം ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ചിക്കൻ്റെ സെയിം അളവിൽ ഏകദേശം 550 ഗ്രാം പൊട്ടാറ്റോ ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 5 മീഡിയം സൈസിലുള്ള പൊട്ടാറ്റോ, അത് തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നടുവെ ഇതുപോലെ ഒന്ന് മുറിച്ച് കുക്കറിലിട്ടാണ് ഞാനതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ഒന്ന് വേവിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കുക്കർ മൂടി വെച്ച് നമുക്ക് നമ്മുടെ പൊട്ടാറ്റോ എല്ലാം നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത വെള്ളമെല്ലാം ഞാൻ ഇതുപോലെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എക്സ്ട്രാ വെള്ളം വരുവാണെങ്കിൽ അത് ഇതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കുക. അതുപോലെ പീസസ് ഒന്നും കരിഞ്ഞ് പോകാതെയും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് പാകത്തിന് നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ചൂടൊന്ന് മാറാൻ വേണ്ടി മാറ്റി വെക്കാം. ചൂടൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് തണുത്ത വന്ന ശേഷം നമുക്കിതിലേക്ക് ഇത് മിക്സിയിൽ അല്ലെങ്കിൽ ഫുഡ് പ്രോസസ്സറിലോ ഗ്രൈൻഡറിലോ ഒക്കെ ഒന്ന് ഇട്ട് ഇത് നമുക്ക് ഷ്രെഡഡ് ചിക്കൻ്റെ ആ ഒരു പരുവത്തിൽ നമുക്കിതൊന്ന് പൊടിച്ച് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റിലേക്ക് ആവശ്യമായിട്ടുള്ള ഷ്രെഡഡ് ചിക്കൻ ഇവിടെ റെഡിയാണ്. ആ ഒരു കറക്റ്റ് പരുവത്തിൽ നമ്മളിതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പൊട്ടാറ്റോ ആണ്. അപ്പോൾ നമ്മൾ മുമ്പേ വേകാൻ കുക്കറിൽ വെച്ച പൊട്ടാറ്റോ നന്നായിട്ട് വെന്ത് റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ച് നല്ലപോലെ ഒന്ന് സ്മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് കട്ട്ലേറ്റിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഈ ചൂടായിട്ടുള്ള പാനിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒലീവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് 2 സവോള ഇതുപോലെ ഫൈനായിട്ടൊന്ന് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. സവോള നന്നായിട്ടൊന്ന് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി നമുക്കിതിലേക്ക് ഒരല്പം ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം. കാരണം ഓൾറെഡി നമ്മൾ ചിക്കൻ ഉപ്പും കുരുമുളകും ഒക്കെ ഇട്ടാണ് വേവിച്ചെടുത്തത്. അതുകൊണ്ട് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുമ്പോൾ സൂക്ഷിക്കുക, ഉപ്പ് കൂടിപ്പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സവോള ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള ഒരല്പം ഉപ്പ് മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് സവോള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 5-6 പച്ചമുളക് ഇതുപോലെ വട്ടത്തിലൊന്ന് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതുപോലെ ആവശ്യത്തിനുള്ള കറിവേപ്പില ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നിങ്ങളെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് രണ്ടും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് ചോപ്പ് ചെയ്തതോ അല്ലെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റോ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം നന്നായിട്ടൊന്നത് വഴറ്റിയെടുക്കാം. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ചെറുതായിട്ടൊരു ബ്രൗൺ കളറിലായി വരുന്നിടം വരെ നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ സബോള ഏകദേശം നന്നായിട്ടൊന്ന് വഴന്നൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി അല്ലെങ്കിൽ ക്രഷ്ഡ് പെപ്പർ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നമുക്കൊരു 2 മിനിറ്റ്സ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഷ്രെഡഡ് ചിക്കൻ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് ഇളക്കി നല്ല രീതിയിൽ അതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് സ്മാഷ്ഡ് പൊട്ടാറ്റോയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം ആദ്യം നമുക്ക് ഈ തടി ഉപയോഗിച്ച് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം അതിൻ്റെ ചൂടൊന്ന് ആറിയതിന് ശേഷം നമുക്ക് കൈ ഉപയോഗിച്ച് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റിൻ്റെ മിക്സ് നമ്മൾ കൈ ഉപയോഗിച്ച് അതിൻ്റെ ചൂടൊന്ന് ആറിയതിന് ശേഷം കൈ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ബാക്കി 2 മെയിൻ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം.
ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു മുട്ട ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തതാണ്. അതായത് കട്ട്ലേറ്റ് നന്നായിട്ട് ഷേപ്പാക്കി എടുത്തതിന് ശേഷം ഈ മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ടാണ്, മുട്ടയിലും ബ്രെഡ് ക്രംസിലൊക്കെ ഡിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. 550 ഗ്രാമിന് ശരിക്കും 2 മുട്ട വേണം. പക്ഷേ ഞാനിപ്പോൾ ഈ മൊത്തം കട്ട്ലേറ്റ് മിക്സ് യൂസ് ചെയ്തിട്ടും കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നില്ല, കുറച്ച് മാത്രമേ ഉണ്ടാക്കി നോക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഒരു മുട്ട എടുത്തത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 കപ്പ് ബ്രെഡ് ക്രംസ് ആണ്. ബ്രെഡ് ക്രംസ് നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ബ്രെഡ് ഉണ്ടെങ്കിൽ അത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ച് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ബ്രെഡ് ക്രംസും മുട്ടയെല്ലാം റെഡിയാണ്. ഇനി നമുക്ക് കട്ട്ലേറ്റ് എങ്ങനെയാണ് ഷേപ്പ് ചെയ്ത് റെഡിയാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അതിനായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ കട്ട്ലേറ്റ് മിക്സിൽ നിന്ന് ഒരല്പം എടുത്ത് അത് നല്ലൊരു ബോൾ പോലെ ആദ്യം ഒന്ന് കയ്യിൽ വെച്ചൊന്ന് പ്രസ് ചെയ്ത് എടുക്കുക. അതിനുശേഷം മറ്റേ കയ്യിലോട്ടൊന്ന് ഇത് വെച്ച് കൊടുത്ത് അത് കയ്യിൽ വെച്ചൊന്ന് പ്രസ് ചെയ്ത് ഇതുപോലൊരു റൗണ്ട് ഷേപ്പിൽ ആദ്യം ഒന്ന് ആക്കിയെടുക്കാം. നിങ്ങൾക്ക് അത് കട്ട്ലേറ്റ് ഏത് സൈസിലും ഏത് ഷേപ്പിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഏറ്റവും ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ റൗണ്ട് ഷേപ്പിൽ ചെയ്തെടുക്കുന്നതാണ്. പിന്നെ അതല്ല നിങ്ങളുടെ കയ്യിൽ മോൾഡൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പം ഹാർട്ട് ഷേപ്പിൻ്റെ മോൾഡൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഷേപ്പിൽ നമുക്കിതൊന്ന് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമുക്കിഷ്ടമുള്ളൊരു സൈസിലും ഇതിലുമൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് റെഡിയാക്കി എടുക്കുക. അപ്പം ഈ ഒരു നമുക്ക് നല്ലൊരു കറക്റ്റ് ഒരു റൗണ്ട് ഷേപ്പിൽ നല്ലൊരു നീറ്റായിട്ട് നമ്മളിപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മളിപ്പം ഫ്രൈ ചെയ്യാൻ പോകുന്ന ഒരു 4 കട്ട്ലേറ്റ് നമ്മൾ ഇതുപോലെ ഇവിടെ ഒന്ന് ഷേപ്പ് ചെയ്ത് എടുക്കാൻ വേണ്ടി പോവാണ്. ഇനി നമ്മൾ ഷേപ്പ് ചെയ്ത് റെഡിയാക്കി വെച്ച കട്ട്ലേറ്റ് ആദ്യം ഈ എഗ് മിക്സിലും നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് എല്ലായിടത്തേക്കും എത്തുന്ന പോലെ നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുത്ത് നമുക്കൊന്ന് മാറ്റി വെക്കാം. അങ്ങനെ ആദ്യം നമുക്ക് ഈ 4 ഇതുപോലെ ആദ്യം എഗ് മിക്സിലും അതിനുശേഷം ബ്രെഡ് ക്രംസിലും നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് നമുക്കൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ്. ഫ്രൈ ചെയ്യാൻ വേണ്ടി സോസ് പാനിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി എണ്ണയൊന്നും ആവശ്യമില്ല. ഒരു കട്ട്ലേറ്റിൻ്റെ ഒരു 1/4 ഭാഗം ഒന്ന് മുങ്ങിക്കിടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എണ്ണ മാത്രം മതിയാകും. എണ്ണ നന്നായി ചൂടായി വന്ന ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആദ്യം മാറ്റുക. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച കട്ട്ലേറ്റ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റിൻ്റെ ഒരു സൈഡ് നല്ലൊരു ബ്രൗൺ കളറിൽ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് അതിൻ്റെ മറുവശവും നന്നായിട്ടൊരു നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിലാകുന്നിടം വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കട്ട്ലേറ്റ് ഒത്തിരി നേരം ഒന്നും ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അതിൻ്റെ അകത്തെ ഫില്ലിംഗ് എല്ലാം നമ്മൾ ആദ്യമേ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതൊന്ന് എഗ് വൈറ്റിലും ബ്രെഡ് ക്രംസിലും ഒന്ന് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒത്തിരി നേരമൊന്നും ഇത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതൊരു 2 മിനിറ്റ് കൂടി ഒന്ന് വെച്ച് മറുവശവും നന്നായിട്ടൊന്ന് ഈ ഒരു ബ്രൗൺ കളറിലായ ശേഷം നമുക്കിത് എണ്ണയിൽ നിന്ന് വറുത്ത് കോരാവുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ നല്ല അടിപൊളി ചിക്കൻ കട്ട്ലേറ്റ് ഇവിടെ റെഡിയാണ്. ഇത് നല്ല ചൂടോടുകൂടി നല്ല ടൊമാറ്റോ സോസിൻ്റെ കൂടെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ അഭിപ്രായമെല്ലാം താഴെയുള്ള കമൻറ്റ്സിൽ എഴുതി എന്നെ അറിയിക്കുക. മറ്റ് ഈസി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രം മീനൂസ് മെനു.